ഹലോ ഫ്രണ്ട്സ്, പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡിഗ്രീസർ ഉപയോഗിച്ച് ബോഡി മൊത്തം വാഷ് ചെയ്യാൻ പോകും. ആ ഡിഗ്രീസർ ഇടുന്ന കാരണം അതിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തുടങ്ങുന്നത് പാച്ച് വർക്ക്, പുട്ടിപ്പണി, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പ്രൈമർ വരെ എത്തിയപ്പോൾ നിൽക്കും. ഈ സമയങ്ങളിൽ ഒരുപാട് ഡസ്റ്റ് കാര്യങ്ങളും അതിന് പുറമെ ഗ്രീസ് ഐറ്റംസ് ആയാലും ഷാമ്പുവിൻ്റെ ഇതായിട്ടും പലതും അതിൻ്റെ ബോഡിയിലുണ്ടാവും. അതെല്ലാം A to Z ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഡിഗ്രീസർ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് ഇങ്ങനെ തേക്കുന്നത് കൊണ്ട് തന്നെ ബോഡിയിൽ പിന്നീട് ഒരു അങ്ങനത്തെ ലിക്വിഡ് അങ്ങനത്തെ മറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പെയിൻറ്റിങ്ങിന് ഡാമേജും വരില്ല. നമുക്ക് 100% കോൺഫിഡൻസോടെ അടിക്കാനും പറ്റും. അതിനാണ് നമ്മൾ ഡിഗ്രീസർ യൂസ് ചെയ്യുന്നത്. ഡിഗ്രീസർ യൂസ് ചെയ്ത് ബോഡി ഫുൾ ക്ലീനാക്കി തുടയ്ക്കണം. ഓരോ പീസ് നമ്മൾ നോക്കിയിട്ടാണ് ഡിഗ്രീസർ ഇടുന്നത്. അതിന് നമുക്ക് ഒരിക്കലും അതിൻ്റെ ഒരു ഭാഗം വിട്ടു പോകാൻ പാടില്ല. അങ്ങനെ വേണം നമ്മൾ ഡിഗ്രീസർ യൂസ് ചെയ്യാൻ. നല്ല രീതിയിൽ തുടച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതിന് തുടയ്ക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ മുകളിൽ ആ കോട്ടൺ വേസ്റ്റിൻ്റെ മുകളിൽ കോട്ടൺ വേസ്റ്റും നമ്മൾ ക്ലോത്തും യൂസ് ചെയ്യുന്നുണ്ട്. കോട്ടൺ വേസ്റ്റ് ഉള്ളിൽ അതിന് മുകളിൽ ക്ലോത്ത് വെച്ചിട്ട് അതിലാണ് ഡിഗ്രീസർ വെക്കുന്നത്. കോട്ടൺ വേസ്റ്റിൽ ചെറിയ നാരുകൾ അതിന് മുകളിൽ വരാതിരിക്കാൻ. അങ്ങനെയാണ് നമ്മളത് ഡിഗ്രീസർ കഴിയുമ്പോൾ ഇടുന്നത്. മൊത്തത്തിൽ ഡിഗ്രീസർ ഇടുമ്പോൾ തന്നെ അതിൽ കാണാം ബോഡിമിലുള്ള ചെറിയ അഴുക്കുകളൊക്കെ അതിൽ കാണാം. അത് കണ്ടില്ലേ? അതുപോലെ അതിൽ കാണാം. നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും അതിൻ്റെ ഒരു ചെറിയ അഴുക്ക് അതിൽ എന്തായാലും ബോഡിമുണ്ടാവും. ഫൈനലി നമ്മൾ പെയിൻറ്റിങ് ബൂത്തിൽ നമ്മൾ വണ്ടി കയറ്റിന് ശേഷമാണ് ചെയ്തത്. പെയിൻറ്റിങ് ബൂത്ത് കയറിഞ്ഞ് അതിൻ്റെ മുകളിൽ ഒരു പൊടിയോ അങ്ങനെ ഒരു അഴുക്ക് വരാൻ ഒരു ചാൻസും ഇല്ല. അത്രയും നമ്മൾ ആ പെയിൻറ്റിങ് ബൂത്ത് പക്ക ക്ലീൻ ആക്കിയിട്ട് ഈ ഫ്ലോറിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് പൊടിഞ്ഞ് ഹെയറൊക്കെ വരുന്നുള്ളതാണ്. ഇപ്പോൾ ഹെയർ അടിയത്തെ പൊടികൾ പാല് വണ്ടി ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും ആ പെയിൻറ്റിങ് ബൂത്ത് പക്കായിട്ട് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഇത് അടിക്കാൻ പോകുന്നത്. സിൽവർ നമ്മൾ പ്രൈമറിൻ്റെ മുകളിൽ ഡയറക്റ്റ് സിൽവർ അണ്ടർ കോട്ട് സെയിം തന്നെ അടിക്കുന്നത്. അപ്പം സിൽവർ നമ്മൾ അടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മറ്റ് പെയിൻറ്റുകളെ പോലെയല്ല. നമ്മൾ സ്റ്റെപ്പായിട്ട് ബ്രഷ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്ന ഗണ്ണിൻ്റെ ഒരു അളവുണ്ട്. അതിൽ ബ്രഷ് ക്ലിയർ ചെയ്യാണ്ട് അത് പക്കായിട്ട് ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ട് നമ്മളാണ് അത് കയറിയാണ് അടിക്കുന്നത്. അതിൽ നമ്മൾ ഒരിക്കലും ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ലൈൻസ് പ്രത്യേകം എടുത്ത് കാണിക്കും. പ്രൈമർ ഇതിനുള്ള പ്രത്യേകത NC നമ്മളെ സിൽവർ പെയിൻറ്റിനുള്ള പ്രശ്നങ്ങളാണ്. അത് നമ്മൾ അടിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് ഓരോ പീസും കെയർ ചെയ്തിട്ടാണ് അടിക്കുന്നത്. കറക്റ്റ് ഇതിൻ്റെ സെയിം കളറ് നമ്മൾ മിക്സ് ചെയ്ത് വാങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ കളർ ചേഞ്ചോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ സെയിം അതേ ഒറിജിനൽ ക്വാളിറ്റി പെയിൻറ്റിനാണ് അത് യൂസ് ചെയ്യുന്നത്. നമ്മൾ എത്രത്തോളം അത് കവറിങ് വരുന്നവരെ നമ്മൾ സിൽവർ അടിക്കുന്ന പ്രത്യേകത അത് ചെയ്ത് കഴിഞ്ഞാലേ അതിൻ്റെ കവറിങ് ഇല്ലാത്തത് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണുള്ളൂ. അപ്പോൾ അത് വരാതിരിക്കാൻ മുൻകൂട്ടി കറക്റ്റ് അതിൻ്റെ കവറിങ് വന്നെന്ന് കൺഫേം ആവുന്നത് വരെ ഇത് ഫസ്റ്റ് കോട്ട് അടിച്ചിട്ടുള്ളൂ. നല്ല തിക്ക് തന്നെയാണ് അടിക്കുന്നത്. അതുകൊണ്ട് ഒറ്റ കോട്ട് തന്നെ ഒരു 50% കവറിങ് കിട്ടും. പിന്നെ 2 കോട്ട് പെയിൻറ്റ് ചെയ്താൽ തന്നെ അത്യാവശ്യം കവറിങ് ആവും. ഇനി ചെക്ക് ചെയ്ത് അതിൽ കവറിങ് ആയിട്ടില്ല എന്ന് തോന്നുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പെയിൻറ്റ് എത്തിക്കും. അതിന് ശേഷമേ നമ്മളതിൽ ക്ലിയർ കോട്ട് അടിക്കുന്നു. നമ്മൾ ആദ്യം ടോപ്പിൽ, പിന്നെ ബോണറ്റ്, ഡിക്കി, അതിനുശേഷം സൈഡ് ഡോറ്. ആ ഒരു രീതിയിലാണ് പെയിൻ്റ് ആണെങ്കിലും ക്ലിയർ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് അടിച്ചു വരുന്നത്. ഓൾമോസ്റ്റ് ഏകദേശം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലടിക്കുന്ന ഫ്രെയിം നമ്മൾ ഒരിക്കലും അത് അടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധ മാറാൻ പാടില്ല. നമ്മൾ എവിടുന്ന് നിർത്തി അവിടുന്ന് കറക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അത് സിൽവർ പെയിൻ്റ് ആണെങ്കിൽ ഏത് പെയിൻ്റ് ആണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യണം. സിൽവർ കുറച്ചും കൂടി ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. ഒരു സ്റ്റെപ്പ് താഴ്ന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് ക്ലിയർ അടിക്കുന്നതിന് ശേഷവും
ഫസ്റ്റ് കോട്ട് പെയിൻ്റ് ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ. ഇനി ചെക്ക് ചെയ്തതിന് ശേഷം ആകാത്ത സ്ഥലങ്ങളിൽ കവറിങ് ആയിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്ന ഇടങ്ങളിൽ കറക്റ്റായിട്ട് അതിൻ്റെ കവറിങ് ആവുന്നത് വരെ അത് പെയിൻറ്റിങ് നമ്മൾ ചെയ്യും. ഇപ്പോൾ എല്ലാ പീസും പെയിൻറ്റിങ്ങിന് കഴിഞ്ഞു, പെയിൻറ്റ് അടിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ കോട്ടാണ്. അതുവരെയുള്ള ഇനിയിപ്പോൾ എവിടേക്ക് ഫുൾ ടോട്ടലി ചെക്കിങ് ആണ് ചെയ്യുന്നത്. ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാക്കാം. കറക്റ്റ് അത് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ വർക്ക് കാര്യങ്ങൾ അതിൻ്റെ സെൻറ്റർ ഭാഗം ഇതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് നോക്കും. ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യും, എല്ലാ ഏരിയയും പെയിൻറ്റ് എത്തിയിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യും. അതിന് ശേഷമാണ് ക്ലിയർ അടിക്കാൻ പോകുന്നത്. ചെക്കിങ്ങിൽ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം എല്ലായിടത്തും ഒരേപോലെ കവറിങ് ആയിട്ടുണ്ട്. മെയിനായിട്ട് വണ്ടി കാറുകളൊക്കെ അടിക്കുമ്പോൾ ഈ മാസ്കിങ് ആണ് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മാസ്കിങ് പക്കായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എഡ്ജിന്ന് പെയിൻറ്റ് വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി എഡ്ജ് കയറാതെ കറക്റ്റായിട്ട് മാസ്കിങ് മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. എല്ലാ ഏരിയയിലും കറക്റ്റായിട്ട് പെയിൻറ്റ് എത്തിയിട്ടുണ്ടെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലിയർ അടിക്കാം. ഇതാണ് ചാമ്പ്യൻ ക്ലിയറാണ് നമ്മൾ ചെയ്യുന്നത്. നല്ല ഗ്ലേസിങ്, നല്ല ഹാർഡുമായിട്ടുള്ളൊരു ക്ലിയറാണ്. അത്യാവശ്യം എല്ലാം 3 കോട്ട് നമ്മൾ ക്ലിയർ അടിക്കുന്നുണ്ട്. ഏത് വണ്ടി 3 കോട്ട് ക്ലിയർ ചെയ്യണം, കാരണം നമ്മൾ അതിന് മുകളിൽ പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യുമ്പോൾ ചെറിയ ലെയർ ക്ലിയർ കട്ട് ചെയ്തിട്ടാണ് പോളിഷ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്ലിയർ ബോഡിയിലെത്തണം. ഇതിനൊരു റേഷ്യോ ഉണ്ട്. റേഷ്യോക്ക് അനുസരിച്ച് ക്ലിയർ, ഹാർഡനർ, ഇന്നർ എല്ലാം അതിൻ്റെ റേഷ്യോ അനുസരിച്ച് തന്നെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിക്കുക. അതിൽ കൂടാനോ കുറയാനോ പാടില്ല. കൂടിക്കഴിഞ്ഞാൽ ക്ലിയർ ഒലിക്കുന്നത് പോലെ ഒക്കെ കാണിക്കാം. അങ്ങനെ അതൊക്കെ വരഞ്ഞാൽ പിന്നെ നമുക്ക് കാലാവസ്ഥയും പക്കായിരിക്കും. റൂമിലിട്ട് ചെയ്യുന്ന നമ്മളെ ബൂത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലിയർ കോഡ് എല്ലാം ബൂത്തിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊടി നമുക്ക് വല്ലാണ്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആദ്യം ടോപ്പിലാണ് അടിക്കുന്നത്. സ്റ്റാർട്ടിങ് അങ്ങനെ തന്നെയാണ് പെയിൻറ്റ് നമ്മൾ ചെയ്തതുപോലെ തന്നെ ടോപ്പിൽ അടിച്ചതിന് ശേഷം ബോണറ്റ്, ഡിക്കി, പിന്നെ സൈഡ് ഡോറ്, അങ്ങനെയാണ് ക്ലിയർ അടിച്ച് വരും. ഓരോ സ്റ്റെപ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് തന്നെ നമ്മൾ ക്ലിയർ അടിച്ച് വരുന്നത്. നമ്മൾ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയാൽ ആ ഒരു ഭാഗം അതിൻ്റെ വ്യത്യാസം കാണിക്കും. ഓൾമോസ്റ്റ് ഇപ്പോൾ ക്ലിയർ അടിക്കുമ്പോൾ നന്നായിട്ട് മൂടിയൊക്കെ എടുക്കുന്ന കാലാവസ്ഥയായിരിക്കും. അപ്പോൾ ടോട്ടലി ക്ലിയറൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ്. ഒക്കെ എല്ലാ ഏരിയയിലും 3 കോട്ട് പക്കായിട്ട് ക്ലിയർ അടിച്ച് കഴിഞ്ഞു. അതിൻ്റെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ 1 ഡേ ഫുൾ നൈറ്റ് കിട്ടിയാൽ മതി ഒന്ന് ക്ലിയർ ഉണങ്ങി കിട്ടാൻ. പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡാവും. അതിനുശേഷം നമ്മൾ പോളിഷ് ചെയ്ത് കസ്റ്റമർക്ക് കൈമാറും. ഓക്കെ, താങ്ക് യു.